ഗുഡ് മോർണിംഗ്. രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. പുതിയ വർഷം വരുന്നതിന് എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 1/2 കിലോ ബീറ്റ്റൂട്ട് വെയിറ്റ് ചെയ്ത് വെച്ചേക്കണേ കേട്ടോ. അത് നമുക്ക് കുക്കറിലിടാവേ. ബീറ്റ്റൂട്ട് വൈനാണ് ചെയ്യണത്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, പട്ട, ഗ്രാമ്പ്, ഏലക്ക, കറയാമ്പ്, ഈസ്റ്റ്, അരമുറി ചെറുനാരങ്ങ നീര്, ആവശ്യത്തിന് പഞ്ചസാര, ഗോതമ്പ്, ഒരു 1/2 ഗ്ലാസ് ഗോതമ്പ് കഴുകി ഉണക്കിയത്, 2 ലിറ്റർ വെള്ളം തിളപ്പിച്ചാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിൽ കാണാം. ഇതിനകത്ത് 4 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട്, ചെറിയ കുക്കറാണല്ലോ, നമുക്ക് തിളപ്പിച്ചാറ്റി വെള്ളമാണ് കേട്ടോ. അത് നേരത്തെ വെള്ളം തിളപ്പിച്ച് മാറ്റാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ അരമുറി ചെറുനാരങ്ങ നീര് വയ്ക്കുന്നുണ്ട്. പിന്നെ സ്പൈസസ്: ഒരു 4 കഷ്ണം പട്ട, 4 ഏലക്ക, ഒരു 6 ഗ്രാമ്പ്, ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു 1/2 ലിറ്റർ വെള്ളം ഒഴിക്കാം. പക്ഷെ വെള്ളം ഒഴിച്ചാൽ വിസിലടിക്കുമ്പോൾ എല്ലാം തിറച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് എത്തിക്കാം. ഞാനിപ്പോൾ വൈൻ ഉണ്ടാക്കുന്ന ബോട്ടിൽ കഴുകി ഉണക്കാൻ വെച്ചേക്കണേനെ. രണ്ട് വിസില് പുറത്തോട്ട് പോവാണ്. നമുക്ക് ഗോതമ്പിടാം. ഇതിലാണ് ഇപ്പോൾ വെക്കണം. അപ്പം ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര. ബീറ്റ്റൂട്ട് എല്ലാം മധുരം ഉണ്ടാവും. ഒരു സ്പൂൺ ഈസ്റ്റ്, ഇതിനകത്ത് 2 പട്ട ഇടുന്നുണ്ട്, ഗ്രാമ്പ് ഇടുന്നുണ്ട്, ഒരു ഏലക്ക ഇടുന്നുണ്ട്. ചില്ലിൻ്റെ പാത്രമല്ല, ഞാൻ ഈ ബോട്ടിൽ നല്ല ബോട്ടിലാണ് കേട്ടത്. ഇതിലാണ് ഞാൻ വൈനിട്ടത്. ചില്ലിൻ്റെ ഉപ്പിലൊക്കെ മുന്തിരി വൈനുള്ളതുകൊണ്ട് ഞാൻ ഈ ഉപ്പിലാണ് കഴുകി ഉണക്കി വെച്ചിട്ടാണ്. ഇതിൻ്റെ അരിപ്പയും കഴുകി ഉണക്കി വെച്ചിട്ടാണ്. നമ്മൾ ക്രിസ്മസ് ട്രീ അല്ല. ലിറ്ററിന് 1/2 കിലോ ബീറ്റ്റൂട്ടിന് പിന്നെ 1.5 ലിറ്റർ വെള്ളമാണ് കേട്ടോ. 1.5-2 വരെ നമുക്ക് എടുക്കാവേ. വീഡിയോ എല്ലാവരും കാണുക. ദയവ് ചെയ്ത് എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക.
ആരും ലൈക്കും ചെയ്യുന്നില്ല. ലൈക്ക് ചെയ്യുന്നുണ്ട്, കമൻ്റ് ഒന്നുമില്ല. കമൻറ്റ് വേണം. കമൻ്റ് ഉണ്ടെങ്കിൽ എന്താണെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ നമുക്ക്. ഞാനിപ്പോൾ മുന്തിരി വൈനും ഇട്ട് പൈനാപ്പിൾ വൈനും ഇട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ച്. മുന്തിരി വൈൻ ഞാൻ പച്ചനെ ഇട്ടിട്ട് കുപ്പിയിൽ നിന്ന് ചില്ലുകുപ്പിയിലാണ് ഇട്ട് വെച്ചത്. 10 ദിവസം കഴിഞ്ഞ് 10 ദിവസം ആയില്ല, 5 ദിവസം ആയപ്പോൾ തന്നെ അത് പുറത്തോട്ട് ചാടാൻ തുടങ്ങി. ഇതിപ്പോൾ ഞാൻ 14 ദിവസം വയ്ക്കും. ഈ 14 ദിവസം ഇതായി കഴിയുമ്പോൾ നമ്മൾ 2 ദിവസം കൂടുമ്പോൾ ഇത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഒഴിക്കുമ്പോൾ 3/4 ഭാഗം ഒഴിക്കാവുള്ളൂ, ഫുള്ള് വെക്കരുത്. ഒത്തിരി 2 ദിവസം നമ്മൾ എയർടൈറ്റിൽ വെക്കുക. അത് കഴിയുമ്പോൾ ഇത്തിരി ലൂസാക്കി വേണം വെച്ചിട്ട് തുണിയിട്ട് കെട്ടി വെക്കണം. അല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ പ്രാണികൾ വരാൻ സാധ്യതയുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യട്ടോ. ബീട്രൂട്ടിനൊക്കെ ഇപ്പോൾ നല്ല വിലയും, പല സ്ഥലത്ത് പല റേറ്റാണ്. 1 കിലോ 100 രൂപ, ചില സ്ഥലത്ത് 90 രൂപ. വെള്ളം നമ്മൾ നേരത്തെ 2 ലിറ്റർ തിളപ്പിച്ച് വെച്ചേക്കണം കേട്ടോ. നല്ലപോലെ ചൂടാറിയിട്ട് ആണ് വെക്കാൻ. മുന്തിരി വൈൻ ഇടുന്നതിൽ വ്യത്യസ്തമായിട്ടാണ് ഈ വൈൻ കേട്ടോ. മുന്തിരി വൈനൊക്കെ നമ്മുടെ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. കുറച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, കുറച്ച് പുറത്ത് വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒരുപാട് സ്ട്രോങ്ങിൻ്റെ ആവശ്യമില്ലല്ലോ. ഈ പ്രാവശ്യം ഞാൻ നിറച്ചും നല്ലപോലെ വൈൻ ഉണ്ടാക്കി കേട്ടോ. മുന്തിരി വൈൻ, പൈനാപ്പിൾ വൈൻ, ബീറ്റ്റൂട്ട് വൈൻ. 2 വിസിൽ മതിയേ. ഇവിടെ വീഡിയോ ഒത്തിരി ക്ഷമയോടെ കാണണം കേട്ടോ. വീഡിയോ വേറെ സ്കിപ്പ് ചെയ്ത് പോകരുത്, ഫുള്ളായിട്ട് കാണണേ. പുതിയ വർഷം എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും പുറത്തോട്ട് കഴിഞ്ഞു. നമുക്ക് ഇതിൻ്റെ വിസിൽ മാറ്റി. നമുക്കത് ഇതിലേക്ക് പ്രസ് ചെയ്യാം. നല്ലപോലെ ചൂടാറി കഴിയുമ്പോൾ നമ്മളിത് കുപ്പിയിലാക്കി അങ്ങനെ തന്നെ ഗോതമ്പോടും കൂടെ കെട്ടി വെക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ഒരു 7 ദിവസം കഴിയുമ്പോൾ നമ്മൾ എത്തിച്ചാൽ മതി. പഞ്ചസാരയൊക്കെ നല്ലോണം അരിയട്ടെ. പിന്നെ 1/2 ലിറ്റർ വെള്ളം ഒഴിച്ച് അടുത്ത 1/2 ലിറ്റർ മൊത്തം 1/2 ലിറ്റർ വെള്ളം. ഇതിൻ്റെ കരിയൊന്നും വരില്ല കേട്ടോ. അത്രയും നല്ല ഇതായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ കരികളൊന്നും വരില്ല. വെള്ളം നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെക്കണം. 10 ദിവസം കഴിയുമ്പോൾ തന്നെ, 5 ദിവസം ആകുമ്പോൾ തന്നെ നല്ലപോലെ ഇതാവും കേട്ടോ. 10 ദിവസം കഴിയുമ്പോൾ നല്ലത്. ഇപ്പം ഞാൻ ന്യൂ ഇയർ കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്കിത് എടുക്കാം. മുന്തിരി വൈനും ഇവിടെ, പൈനാപ്പിളും മുന്തിരി വൈനൊക്കെ ഇവിടെ ഉണ്ട്. ആവശ്യത്തിനുണ്ട് ഞങ്ങൾക്ക്, ഇപ്പം അത്യാവശ്യത്തിനുള്ളത്.
ലാസ്റ്റ് നമ്മൾ 2 ലിറ്റർ വെള്ളത്തിലാണ് 1/2 ബീറ്റ്റൂട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. നമ്മളത് വെള്ളം ഒന്ന് തിളപ്പിച്ച് തണുക്കാൻ വെച്ചാൽ മതി, അത്രേ ഉള്ളൂ. മുന്തിരി വൈൻ അങ്ങനെയല്ല, മുന്തിരി വെള്ളത്തിലും കൂടെ എളുപ്പം കഴിയും. നല്ല കേട്ടോ കുട്ടികൾക്ക് കൊടുക്കുന്നത്, കാരണം ബ്ലഡൊക്കെ കുറവാണെങ്കിലും നല്ലപോലെ ബ്ലഡും ഉണ്ടാവും, നല്ല നിറവും വയ്ക്കും. പിന്നെ നമ്മളിങ്ങനെ വേവിച്ചുണ്ടാക്കുന്നത് കാരണം പിന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതാണ്. ചുമയൊന്നും വരില്ല. നല്ല വേവിച്ച് തന്നെ വെള്ളം ഒരു 10 മിനിറ്റ് നല്ലപോലെ വെള്ളം വറ്റി തിളക്കാൻ കേട്ടോ. എന്നിട്ട് വേണം നമ്മളിത് ഉപയോഗിക്കാനേ. സത്ത് കൊണ്ടുവന്ന് വന്നു. നല്ല സ്മെല്ല് കേട്ടോ. അതിനെ നമുക്ക് നോക്കാം കേട്ടോ. ചൂടൊന്നുമില്ല കേട്ടോ, ചൂടൊക്കെ അറിയാട്ടോ. ബോട്ടിലൊഴിച്ച് കാണിച്ചു തരാം. ചൂടുള്ളൂ, ഞാനിപ്പോൾ ഇത് മാറ്റും. ഇത്തിരി ചൂടൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. മുന്തിരി വൈൻ നമ്മൾ ട്രീ കണ്ടില്ലേ, ഞാൻ പുറത്ത് വെച്ചാണ്, ഞാനിപ്പോൾ എടുത്തുകൊണ്ടെന്ന് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ പുതിയ വർഷം എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. അപ്പം എല്ലാവരും വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്ത് പോകരുത്. എനിക്ക് ഒത്തിരി സങ്കടത്തോടെ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്നില്ല, അതെനിക്ക് മനസ്സിലാവും കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. എന്തെങ്കിലും ചെയ്യുന്നത് കുറവുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക. എൻ്റെ ഒരു അപേക്ഷയാണ്. പ്ലീസ് എല്ലാവരും ഹെൽപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു ദിവസം ഒരു വീഡിയോ ഇട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമവും. എത്ര സമയമില്ലെങ്കിൽ ഞാൻ ദിവസം വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവർക്കും ഇതെല്ലാവരും ഐശ്വര്യമുണ്ട്. ഹാപ്പി ക്രിസ്മസ്. ബൈ.